ഇത് ഖുറാൻ്റെ ചരിത്രമാണ്. പൊതുവെ മുസ്ലിം പ്രഭാഷകർക്ക് വിട്ടുകൊടുത്തിട്ടുള്ള സാധനമാണ്. പക്ഷെ അത് എന്താണ് ഖുറാൻ്റെ ചരിത്രം? ഖുറാൻ എന്ന് പറഞ്ഞാൽ വള്ളി പുള്ളി തെറ്റാത്ത കാലാകാലങ്ങളിലും മനുഷ്യരുള്ളിടത്തോളം കാലം പാലിക്കപ്പെടേണ്ട ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതിൻ്റെ ചരിത്രം എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ആഴ്ച രണ്ട് ദിവസം മുമ്പ് ഇട്ടത് ഖലീഫ ഉസ്മാൻ കൊല്ലപ്പെടുകയായിരുന്നു. കൊല്ലപ്പെട്ടുമ്പോൾ അദ്ദേഹം ഖുറാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെടലിക്ക് വെട്ടിയവരും വയറ്റിലൂടെ കുത്തിക്കയറ്റിയവരും വാള് കുത്തിക്കയറ്റിയവരും ഒക്കെ ഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നു. ഖുറാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ എങ്ങനെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? സത്യത്തിൽ ഖലീഫ ഉസ്മാൻ്റെ മരണകാരണങ്ങളിൽ ഒരു ചെറിയ കാരണം തന്നെ ഈ ഖുറാനായിരുന്നു. പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളിവിടെ രാഷ്ട്രീയത്തിൽ കാണുന്ന ചില വിഭാഗം ജനങ്ങളോട് വിവേചനം കാണിച്ചു, ബന്ധു നിയമനം നടത്തി. അറിയുന്ന കാര്യമാണല്ലോ, ബന്ധുജന പക്ഷപാതം, അഴിമതി. പക്ഷേ അതിലൊരു കാരണം ഈ ഖുറാൻ ക്രോഡീകരിച്ചതുമായി സംബന്ധിച്ചുള്ള ചില വിഷയങ്ങളാണ്. എന്താണ് വിവേചനം? പ്രവാചകൻ്റെ മരണശേഷം ഖലീഫമാരാണ് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ അവർ പിടിച്ച് അവിടെയുള്ള ആളുകളെ ഇസ്ലാമാക്കി മതം മാറ്റി. പക്ഷെ അങ്ങനെ മതം മാറ്റുമ്പോൾ അവരും ഇസ്ലാമാണ് നമ്മളും ഇസ്ലാമാണ് എന്ന രീതിയിൽ നിൽക്കണ്ടേ? പക്ഷേ ഈ പിടിച്ചടക്കിയ പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങൾ ഒരു രണ്ടാം തരം മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കപ്പെട്ടു എന്നുള്ളത് അവിടുത്തെ ആളുകളുടെ പരാതിയായിരുന്നു. അതാണ് ഈ വിവേചനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആരാണ് ഏറ്റവും ഒന്നാം ഗ്രേഡ് ബ്രാഹ്മണിക്കൽ മുസ്ലിങ്ങൾ എന്ന് ചോദിച്ചാൽ, മെക്കയിൽ നിന്നും മദീനയിലേക്ക് പ്രവാചകൻ്റെ ഒപ്പം വന്ന ആളുകളാണ് ഈ പറഞ്ഞ ഒന്നാം കിട മുസ്ലിങ്ങൾ. ബാക്കിയുള്ളത് വിവേചനം നേരിടുന്ന മുസ്ലിങ്ങൾ. അവരാണ് ഖലീഫയോട് എതിർപ്പുമായി വന്ന കാര്യങ്ങൾ. പിന്നെ ബന്ധുത്വ നിയമനങ്ങൾ എന്ന് പറഞ്ഞത് വളരെ ഓപ്പണായി. ഉസ്മാൻ്റെ ബന്ധുക്കളെ ഗവർണർമാരായി പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ വെച്ചു. രണ്ടാമത്തെ ഇന്ത്യക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് നെപ്പോ കിഡ്സ് എന്ന് പറയുന്നൊരു വലിയ വിഭാഗം തന്നെ നമുക്കുണ്ട്. ചില നെപ്പോ കിഡ്സ് പറയുന്നത്, അച്ഛാ എൻ്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം വെച്ച് എല്ലാ മാസം വരുന്നുണ്ട്, എവിടെന്താ വരുന്നത് ചോദിക്കുന്ന നെപ്പോ കിഡ്സ് വരെ നമ്മുടെ ഇവിടെ ഉണ്ട്. അത്രയ്ക്കും. പക്ഷെ അന്ന് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഖലീഫ കൊല്ലപ്പെടാൻ മതിയായ കാരണങ്ങളിൽ ഒന്നാണ് ഇത് എന്നാണ് നമ്മൾ ഖലീഫ ഉസ്മാൻ്റെ കൊലപാതകം മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അടുത്താണ് ഈ ഖുറാനുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പ്രവാചകൻ മരിച്ച സമയം ഖുറാൻ ഹൃദിസ്ഥമാക്കി വെച്ചിരുന്ന സുഹാബികളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒക്കെ അദ്ദേഹം പറയുന്ന ഈ വെളിപാടുകൾ നേരിട്ട് കേട്ട ആളുകളാണ് ഈ സഹാബികൾ. അപ്പോൾ അവർക്കൊക്കെ അവരുടേതായ അവർ ഫോളോ ചെയ്യുന്ന ഒരു ഖുറാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ പ്രോബ്ലമായി. അപ്പോൾ ആദ്യത്തെ ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അബൂബക്കറാണ്. അപ്പോൾ അബൂബക്കർ ആണ് ഇതിങ്ങനെ പല പല ഖുറാനായി നടന്നാൽ പറ്റില്ല, ഇത്രയും ഒരൊറ്റ ഖുറാനാക്കി മാറ്റണം എന്നുള്ളൊരു ഐഡിയ ആളാണ് ആശയത്തിലേക്ക് വരുന്നത്. അപ്പോൾ അബൂബക്കർ എന്ന് പറഞ്ഞ ആളാണ് ഖുറാൻ്റെ ക്രോഡീകരണത്തിന് ആദ്യം ആ ആശയത്തിലേക്ക് വന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ പേരിൽ ഖലീഫ ഉസ്മാൻ കൊല്ലപ്പെടുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ആളുകളെ, അതായത് പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ പ്രവാചകൻ്റെ മുഖത്ത് നിന്നും ഈ വചനങ്ങൾ കേട്ട് കാണാപ്പാടമാക്കിയവർ പറയുന്ന പേര് ഹാഫിസുകൾ അല്ലെങ്കിൽ ഹുഫീസുകൾ എന്നാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറബി മര്യാദയ്ക്ക് പറയണത്. എനിക്ക് ഇംഗ്ലീഷ് പോലും മര്യാദയ്ക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയുന്ന ഒരാളെ അല്ല, അറബി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ട്രെയിൻ ചെയ്താൽ പഠിക്കാൻ പറ്റുന്നത്. പക്ഷേ ചിലർ ഹാഫിളുകൾ എന്ന് പറയുന്നു, ഹുഫീസുകൾ എന്ന് പറയുന്നു, ഹാഫീസുകൾ എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അള്ളാഹു പ്രവാചകന് ഇറക്കിക്കൊടുത്ത ആയത്തുകൾ ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾക്കാണ് അതിൻ്റെ പാറ്റൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ ആത്മീയ അധികാരം അന്ന് വേണമെങ്കിൽ പിടിച്ചെടുത്ത് മേലനങ്ങാതെ ജീവിക്കാമായിരുന്നു.
പക്ഷെ അവരതിന് പോയില്ല. കാരണം അവർ പോരാളികളായിരുന്നു. അവരുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് യുദ്ധമായിരുന്നു. അപ്പോൾ അന്യൻ്റെ അധ്വാനം കൊണ്ട് സുഖിച്ച് ജീവിക്കണം, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ്, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ബ്രാഹ്മണിക് ജീൻ അവരുടെ ഉള്ളിലുണ്ടായിരുന്നില്ല. അവർ പോരാളികളായിരുന്നു. യുദ്ധമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു മാർഗം. അങ്ങനെ പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ഭയന്ന്, അതായത് ഈ ആദ്യം തന്നെ മക്കയ്ക്കും മദീനയ്ക്കും ചുറ്റുള്ള ആളുകൾ ഒരുപാട് പേര് മുസ്ലിം മതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് ഈ പ്രവാചകനെ പോലെ തന്നെ കുറേ നബിമാരവിടെ ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. എന്തിന്? ഒരു നബിച്ചി പോലും ഉണ്ടായിരുന്നു. അവളുടെ പേര് സജാഹ്, അവളൊരു കന്യാസ്ത്രീയായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നബി, വേറൊരു നബി എന്ന് പറയുന്നത് മുസലൈമ എന്ന കക്ഷിയാണ്. ശക്തനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ പിന്തുണ, ബനു ഹനീഫ ഗോത്രത്തിൻ്റെ പിന്തുണ ഉള്ള ഒരു നബി, ഒരു പ്രവാചകനായിരുന്നു ഈ പറഞ്ഞ മുസലൈമ. വലിയൊരു ചരിത്രമുള്ള ഒരാളാണ് ആള് പറഞ്ഞു, ഞാനും പ്രവാചകനാണ് മുഹമ്മദേ, നമുക്ക് മത്സരമൊന്നും വേണ്ട, നമുക്കത് പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, പ്രവാചകത്വം പങ്കുവയ്ക്കാനാവില്ല. അയാളെ കള്ളപ്രവാചകൻ എന്നാണ് നമ്മൾ ഖുറാനിൽ നമ്മളിപ്പോൾ കാണുക. കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞ് പുള്ളിനെ ഓടിച്ചു. അപ്പോൾ നബിയുടെ വാളിൻ്റെ ശക്തി അറിയാവുന്നത് കൊണ്ട് മുസലൈമിയും ഒതുങ്ങി ഇസ്ലാമാണ് എന്ന് നടിച്ച് ജീവിച്ചു പോന്നു. പ്രവാചകൻ മരിച്ചപ്പോൾ എല്ലാവരും മാളത്തിൽ നിന്ന് പൊന്തി വന്നു. അപ്പോൾ ഈ പറഞ്ഞ നബിച്ചി ഉണ്ടല്ലോ, സജാഹ, അവൾക്ക് പോലും അവളുടെ ഗോത്രത്തിൻ്റെയും എല്ലാവരും കൂടി സപ്പോർട്ടിൽ അവൾക്കും 4000-ഓളം അനുയായികൾ ഉണ്ടായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. പക്ഷെ അവളേക്കാൾ ശക്തനായിരുന്നു ഈ മുസലൈമ പ്രവാചകൻ, മറ്റേ കള്ളപ്രവാചകൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ പുള്ളി പറഞ്ഞു, മുഹമ്മദ് മരിച്ചു, ഇനി ഞാനാണ് പ്രവാചകൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഈ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരുപാട് പ്രദേശത്തുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്കിനി ഇസ്ലാമിൻ്റെ ആവശ്യമൊന്നുമില്ല, മുഹമ്മദ് മരിച്ചു, അവർ മതം മാറുന്നു. അപ്പോൾ ഈ മതം മാറുന്നു എന്ന് പറയുമ്പോൾ, പ്രദേശങ്ങൾ വിട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് ആത്മീയമായ പക മാത്രമല്ല ഉള്ളത്. ആക്ച്വലി അതൊരു സാമ്പത്തിക സ്രോതസ്, നികുതി വരുമാനം ഇല്ലാതാവുന്ന ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും മതത്തിൻ്റെ പേരിലല്ല പല പ്രദേശങ്ങളും കീഴടക്കുന്നത്, അവരെ മതത്തിലേക്ക് ചേർക്കാൻ വേണ്ടി മാത്രമല്ല ഈ സംഭവമുണ്ട്. അപ്പോൾ ഇസ്ലാമിക സാമ്രാജ്യം കഷ്ടപ്പെട്ട് സ്ഥാപിച്ചിരിക്കുന്നു, അതിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്നു, മതം മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കരമായൊരു പക അബൂബക്കറിനത് സഹിക്കാനായില്ല. അത് ഒരു വെല്ലുവിളിയായി അദ്ദേഹം എടുക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ പോയ സ്ഥലങ്ങളെ മുഴുവൻ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും, ഇതൊരു വെല്ലുവിളിയാണോ? ആളുകൾക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിശ്വാസങ്ങളിൽ ആളുകൾ ജീവിക്കുന്നു, അതിനെന്തിനാണ് യുദ്ധം ചെയ്യാൻ പോകുന്നതെന്ന് ഇന്ന് നമുക്ക് തോന്നും. പക്ഷേ പണ്ടത്തെ ആളുകൾക്ക്, അത് ഡെമോക്രസി വന്നതിന് ശേഷമാണ്, ഇന്നും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ചില ആളുകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ചില ആൾക്കാർ പോകുമ്പോൾ, ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കുറച്ച് ആൾക്കാർ മതം മാറുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണല്ലോ പറയുക. അത് ഹിന്ദുത്വ സേന കാണിക്കുന്ന പരിപാടികളാണ്. പണ്ട് ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഇതുണ്ടായിരുന്നു. അവർ മതവിചാരണകളാണ് നടത്തിയിരുന്നത്. ആളുകളൊക്കെ ഇതുപോലെ മതത്തിൽ സംശയം പറയുന്ന ആളുകളൊക്കെ ചുട്ടുകൊല്ലുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ജോസഫ് സ്റ്റാലിനെ പോലുള്ള ആളുകളും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊരു ഭയങ്കര അസഹിഷ്ണുതയാണ്. ഈ അസഹിഷ്ണുത തന്നെയാണ് അന്ന് അബൂബക്കറിലുണ്ടായത്. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഇസ്ലാം സാമ്രാജ്യങ്ങളെ തള്ളി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച പ്രദേശങ്ങളെയും വ്യക്തികളെയും യുദ്ധം ചെയ്ത് കീഴടക്കി വീണ്ടും തിരിച്ച് സ്ഥലങ്ങളെ മുഴുവൻ ഇവിടേക്ക് തന്നെ കൊണ്ടുവരുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഒരു ചരിത്രത്തിൽ, ഞാൻ പുസ്തകം വായിച്ചപ്പോൾ, പുസ്തകങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, വിട്ടുവീഴ്ചയില്ലാത്ത, കുലുങ്ങാത്ത, ദയാദാക്ഷിണ്യങ്ങളില്ലാത്ത ഒരു നേതാവായിരുന്നു ഈ അബൂബക്കർ സിദ്ദീഖ്. അദ്ദേഹം ഒരു സൈന്യത്തെ തയ്യാറാക്കി. ഈ സൈന്യത്തിൽ എന്ന് പറയുന്നത് പഴയ മുസ്ലിങ്ങൾ തന്നെയാണ്. ആരൊക്കെ? പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മളീ പറഞ്ഞ ഹഫീസുകളും, ഒട്ടുമിക്ക ഹഫീസുകളും, അതായത് ഖുറാൻ പ്രവാചകൻ്റെ മുഖത്ത് നിന്ന് കേട്ട, അല്ലെങ്കിൽ വായിൽ നിന്ന് കേട്ട എല്ലാ ഹഫീസുകളും ഈ സൈന്യത്തിൻ്റെ ഭാഗമായി പോയി
പിന്നെ മുസലൈമയുടെ സൈന്യവുമായി ഭയങ്കര യുദ്ധം നടക്കുകയാണ്. അതിനെ നമ്മൾ പറയുക യമാമ യുദ്ധം എന്നാണ് പറയുക. 40,000-ഓളം പേർ ഈ കള്ളപ്രവാചകൻ എന്ന് പറയുന്ന കള്ളപ്രവാചകൻ എന്ന് പറയുന്ന ആളുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 22,000-ഓളം പേർ അത് യുദ്ധത്തിൽ പങ്കെടുത്തു. ഏകദേശം അവരൊക്കെ കൊല്ലപ്പെട്ടു. നമ്മുടെ ഖലീഫയുടെ സൈന്യത്തിലും ഭേദപ്പെട്ട ആളുകളുണ്ടായിരുന്നു. 13,000-ഓളം പേരുണ്ടായിരുന്നു. ഇവരിലും എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയില്ല. പക്ഷേ വലിയൊരു നഷ്ടം അവിടെ ഉണ്ടാവുകയാണ്. ഈ പ്രവാചകനിൽ നിന്നും ഖുറാൻ ശരിക്ക് ഹൃദിസ്ഥമാക്കിയ ഈ ഹഫീസുകളിൽ ഭൂരിപക്ഷവും ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ്. 360-ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നവർ പോലുമുണ്ട്. എന്തായാലും യുദ്ധത്തിൽ വിജയം ഇസ്ലാമിനാണ് എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇസ്ലാമല്ല ജയിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഇസ്ലാം എന്ന് ഞാനിവിടെ പറയാനും അതിവിടെ കൂടുതൽ ചർച്ച ചെയ്യാനും ഈ ഇസ്ലാം മതം ഇന്നും ചർച്ച ചെയ്യപ്പെടാനും ഈ ഒരൊറ്റ യുദ്ധത്തിൽ ഇസ്ലാം ജയിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റി ആരാണ് പറയുക? ഈ യുദ്ധത്തിൽ തോറ്റിരുന്നെങ്കിൽ നബി കള്ളപ്രവാചകനാകുമായിരുന്നു, മുസലൈമ പ്രവാചകനായി മാറുമായിരുന്നു. ചരിത്രം അങ്ങനെയാണ്. ചരിത്രം വിജയിച്ചവൻ്റെ ആണ്, അവൻ്റെ കൂടെയാണ് നിൽക്കുക. ഹിസ് സ്റ്റോറി എന്നാണ് പറയുന്നത്. വിജയിച്ചവൻ്റെ കഥയാണ്. അങ്ങനെ യമാമ യുദ്ധത്തോടെയാണ് ഈ ഇസ്ലാമിക ചരിത്രത്തിന് ഒരു മാനം നൽകിയ വ്യക്തിയായി അബൂബക്കർ സിദ്ദിഖ് ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ആകെ ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് 2,000-ഓളം പേര് കൊല്ലപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അതിൽ ഈ പറഞ്ഞ ഹഫീസുകളായ 360-ഓളം പേർ അതിദാരുണമായി വധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി ഖുറാൻ അറിയുന്നവർ ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം. അവർക്കാണെങ്കിലോ ഓരോ ഖുറാനുകൾ, അവർക്ക് അവരുടേതായുള്ള ഖുറാനുകൾ. അപ്പോൾ അവർക്കും പ്രായമാവുകയാണ്. അവരിനി മരിക്കാം, സമയമായി തുടങ്ങി. അപ്പോൾ അവർ മരിക്കുന്നതിന് മുമ്പ് പറ്റാവുന്നത്ര വചനങ്ങളിൽ അവരിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് ക്രോഡീകരിച്ച് ഒരു പുസ്തകം ഉണ്ടാക്കുക. എല്ലാവരും അംഗീകരിക്കുന്ന ഒരൊറ്റ ഖുറാൻ, ആ ഒരു കോൺസെപ്റ്റിലേക്ക് ഉമ്മറാണ് പറയുന്നത്. ഉമ്മർ പറയാണ്, അബൂബക്കറിനോട് നിർദ്ദേശിക്കുകയാണ്, ഇങ്ങനൊരു സംഭവം നമുക്ക് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അബൂബക്കറിൻ്റെ കൺഫ്യൂഷൻ ആയിരുന്നു. അബൂബക്കർ പറഞ്ഞു, നബി ജീവിച്ചിരുന്ന കാലത്ത് ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്യണോ എന്ന് ചോദിച്ചു. പക്ഷെ ഉമ്മർ നിർബന്ധിച്ചു. ഉമ്മർ എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ സ്വഹാബി മാത്രമല്ല, അമ്മായിയപ്പൻ കൂടി ആണ് ഉമ്മർ. അപ്പോൾ അങ്ങനെ വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല. ഒരു നിർദ്ദേശം വെറുതെ ഒരാൾ പറഞ്ഞ നിർദ്ദേശമല്ല, വേണ്ടപ്പെട്ട ആളാണ് പറയുക. അങ്ങനെയാണ് സയ്യിദ് ബിൻ എന്ന ഒരു പണ്ഡിതനെ ഈ ഖുറാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രവാചകൻ്റെ ജീവിതകാലത്ത് ഈ വെളിപാടുകളൊക്കെ എഴുതി വെക്കുന്ന ഒരു പണി, ഒരു പ്രൊഫഷണലായിരുന്നു ഈ സയ്യിദ്. പക്ഷേ പുള്ളിയോട് പറയാണ്, ഈ പല ഖുറാനുകൾ നിങ്ങൾ ഈ ക്രോഡീകരിച്ച് ഈ ഒറ്റ ഖുറാനാക്കി മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ സയ്യിദ് പറയുന്നതാണ്, സയ്യിദ് ബിൻ പറയാണ്, ഉഹദ് മലയോളം വലുപ്പമുള്ള ഒരു പണിയാണല്ലോ അബൂബക്കറെ നീ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്, ഇതെന്ന് തീരാനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ നോക്കുമ്പോൾ അത് തന്നെ ആ വാക്കിൽ തന്നെയുണ്ട്, ഖുറാൻ ഒന്നല്ല ഒരുപാടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. ആ ഒരൊറ്റ വാചകം തന്നെ നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ. പക്ഷേ ഇയാളുടെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഖുറാനുകളൊക്കെ ഉണ്ട്, ഇവരൊക്കെ മുഹമ്മദിൻ്റെ ദോസ്തുക്കളാണ്, അതായത് എന്താ പറയുക, സ്വഹാബിക്കളാണ്. ഒരെണ്ണം എടുത്ത് വേറൊന്ന് തള്ളിയാൽ ഒരാൾ പിണങ്ങും, അപ്പോൾ അവരെ വെറുപ്പിക്കേണ്ടി വരും. അപ്പോൾ സയ്യിദ് ഈ ഉഹദ് മലയുടെ വലിപ്പം പറയുന്നതും അല്ലെങ്കിൽ അദ്ദേഹം ഡാർക്കാവണതിന് കാരണം ഇതാണ്, കുറേ ആളുകളെ വെറുപ്പിക്കേണ്ടി വരും. വർഷങ്ങളെടുത്ത് സയ്യിദ്, അപ്പോഴേക്കും ഈ സിദ്ദിഖിൻ്റെ കാര്യമുണ്ട്. നമ്മൾ അബൂബക്കർ സിദ്ദിഖ് 2 വർഷമാണ്, 2 വർഷം കൊണ്ട് അദ്ദേഹം മരിച്ചുപോയി. അതിന് ശേഷം ഉമർ വന്നു. സയ്യിദ് ഖുറാൻ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ ക്രോഡീകരിച്ചു. എന്ന് വെച്ചാൽ പല ഈ സ്ഥലങ്ങളിലൊക്കെ ഇത് എഴുതി വയ്ക്കപ്പെട്ടിരുന്നത് പറയുന്നത്. പണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കടലാസല്ലല്ലോ, ഈന്തപ്പനയോല അതൊരു സാധ്യതയുണ്ട്. പിന്നെ കല്ലുകളിൽ, അതുപോലെ അതൊരു മൃഗത്തിൻ്റെ ഒരു തോല്, അതിലൊക്കെ ആയിരിക്കണം അന്നത്തെ എഴുത്ത് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. സുലൈമാനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ, നമ്മുടെ യുക്തിവാദ പണ്ഡിതന്മാരൊക്കെ ഏകദേശം ഈ ഒരു ഞാൻ പറഞ്ഞ പോലെയാണ് പറയുന്നത്. എന്തായാലും ഇത് മൊത്തം
ഒരുമിച്ചൊരു ക്രോഡീകരിച്ച സാധനത്തിന് നമ്മൾ പറയുന്നത് മുസ്ഹഫ് എന്നാണ്. മുസ്ഹഫ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷേ ഇത് ബലം പ്രയോഗിച്ച് സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിർബന്ധമാക്കാൻ ഈ പറഞ്ഞ ആരും നോക്കിയില്ല, ശ്രമിച്ചില്ല. കാരണം അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അവർ കരുതിയിട്ടുണ്ടാവണം. പക്ഷേ ഇതൊരു പ്രോബ്ലമായി കഴിഞ്ഞു. കാരണം സാമ്രാജ്യം വികസിക്കുകയാണ്. ഈജിപ്ത് പിടിച്ചടക്കി, പേർഷ്യ പിടിച്ചടക്കി, സിറിയ പിടിച്ചടക്കി. അവിടെയൊക്കെ ചേർന്ന ഒരു ഇസ്ലാമിക വലിയ രാജ്യമായി വിശാലമായപ്പോൾ വ്യത്യസ്ത രീതിയിൽ മുസ്ലിങ്ങൾ ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന രീതിയോടെ വ്യത്യസ്ത ശൈലികൾ അവർ അവലംബിക്കാൻ തുടങ്ങി. ഇത് തെറ്റിദ്ധാരണകളുണ്ടാക്കി, ഭിന്നതകളുണ്ടാക്കി. ഈ പ്രശ്നം പരിഹരിക്കേണ്ട ചുമതല വന്നുപെട്ട ആൾ അപ്പോഴേക്കും ഖലീഫ ഉസ്മാനായി കഴിഞ്ഞു. അതായത് ഉസ്മാൻ ഖലീഫയായി കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത്. ഖുറൈശികളുടെ ശൈലിയിൽ, ഭാഷാശൈലിയിൽ ഇത് പകർത്തി എഴുതണം. എന്നിട്ട് എല്ലായിടത്തും ഇത് തന്നെ പാരായണം ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കണം. ഈ പണി ചെയ്തതും ഈ സയ്യിദ് ബിൻ തന്നെയാണ്. തുടർന്ന് ഉസ്മാൻ പറഞ്ഞു, ഇത് മുഴുവൻ ബസ്രയിലെത്തിക്കുക, സിറിയയിലെത്തിക്കുക, മക്കയിലും മദീനയിലും ഒക്കെ ഇത് തന്നെ, എല്ലായിടത്തും ഒറ്റ ഖുർആൻ. അതിനാണ് നമ്മൾ പറയുന്നത് ഉസ്മാനിക് മുസ്ഹഫ് എന്ന് നമ്മൾ പറയുന്നു. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നത് ഈ ഉസ്മാനിക് മുസ്ഹഫാണ്. ഇന്നത്തെ ഖുർആൻ്റെ ഔദ്യോഗിക ഗ്രന്ഥം അന്നാണ് ഉണ്ടായത്. ഇവിടെ മുതലാണ് ഇതിൻ്റെ പേരിൽ ചില എതിർപ്പുകൾ വന്നു തുടങ്ങിയത്. എന്തൊക്കെയാണ് എതിർപ്പ്? വൈവിധ്യങ്ങളെ ഉസ്മാൻ മൈൻഡ് ചെയ്തില്ല. മറ്റെല്ലാ ഖുർആനുകളും കത്തിച്ച് കളഞ്ഞ് ഇതുമാത്രം സ്വീകരിക്കാൻ ഉസ്മാൻ ഉത്തരവിട്ടു. വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കിയ ഒരു സംഭവമായിരിക്കുമെന്ന് ഞാനത് ഊഹിക്കുന്നു. കാരണം പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത സ്വഹാബിയായിരുന്ന ഇബ്നു മൗസൂദ് അദ്ദേഹത്തിൻ്റെ ഖുർആൻ മൈൻഡ് ചെയ്തില്ല. അദ്ദേഹം പ്രതിഷേധം അറിയിച്ചു. അദ്ദേഹം കൂഫയിൽ ഖുർആൻ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖുർആനും ഇതിൻ്റെ പേരിൽ തള്ളേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ സാധ്യതയുള്ള പല ഖുർആനുകളും തള്ളിക്കൊണ്ട് സ്വന്തം അധികാരം നിലനിർത്താൻ പറ്റിയ ഒരു ഖുർആൻ മാത്രം ഉസ്മാൻ പ്രൊമോട്ട് ചെയ്തു എന്ന രീതിയിൽ ഒരു ആരോപണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പക്ഷേ അതിനേക്കാൾ വലിയ ആരോപണങ്ങൾ വേറെ നിൽക്കുന്നുണ്ടായിരുന്നു. ബന്ധുത്വ ജനപക്ഷപാതം, ഏറ്റവും വലുത് വിവേചനം. ഇതൊക്കെ കൂടി ചേർന്നപ്പോഴാണ് ഒരു സംഘം ആളുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ വീട് ഉപരോധിക്കുന്നത്. വീട് ഉപരോധിക്കുക എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് പ്രൊട്ടക്ഷനുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ കവിഞ്ഞു വയ്ക്കാവുന്ന തരത്തിലുള്ള ആളുകൾ വന്ന് ഈ ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലം വളയാണ്. ഒരു സാധനം അകത്തേക്ക് കടത്തി വിടുന്നില്ല. 40ഓളം ദിവസം ഭക്ഷണമൊന്നും കഴിക്കാതെ അദ്ദേഹം മരണം കാത്തിരുന്നു എന്നാണ് പറയുന്നത്. അവസാനം 40ാമത്തെ ദിവസമാണ് ഈ ആളുകളൊക്കെ, ഈ മുസ്ലിങ്ങൾ ആയ ആളുകളും ഭരണത്തിൽ അസംതൃപ്തരായ ആളുകളും എല്ലാവരും ചേർന്ന് വീടിനകത്ത് കയറുകയും ഖുർആൻ വായിച്ചുകൊണ്ടിരുന്ന ഖലീഫ ഉസ്മാനെ വെട്ടിയും കുത്തിയും വകവരുത്തുകയും ചെയ്തു. ഇതാണ് ഖുർആൻ്റെ ചരിത്രം. ഈ ഖുർആൻ, അതായത് ഈ ഖുർആൻ പിറന്ന കാലത്ത് തന്നെ പല വിമർശനങ്ങളും ഉണ്ടായിരുന്ന, ഏകാഭിപ്രായം ഉണ്ടായിട്ടേ ഇല്ലാത്ത ഒരു ഖുർആനിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് വള്ളി പുള്ളി തെറ്റാത്തത്, എല്ലാ കാലത്തും എല്ലാവർക്കും ബാധകമായത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേര് കൊല്ലപ്പെട്ടു, ജയിലിലടയ്ക്കപ്പെട്ടു, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആളുകൾക്ക്, ഇസ്ലാമിലുള്ള ആളുകൾക്ക് പോലും ഈ ചരിത്രം അറിയില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. ഞാനിതിനു മുമ്പ് ഒരു പോസ്റ്റ് ഇതുമായി സംബന്ധിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ ഒരു ഇസ്ലാമിക സുഹൃത്ത്, വളരെ സ്നേഹമുള്ള എൻ്റെ എല്ലാ ആൾ പറഞ്ഞു, ഇതൊന്നും കേൾക്കാൻ കഴിയില്ല, നിങ്ങളെ ഞാൻ അൺഫ്രണ്ട് ചെയ്യുകയാണ്. സത്യസന്ധമായിട്ട് പറയാം. കാരണം ഇത് ആൾക്കാർക്ക് അറിയുന്ന, മറ്റ് സമുദായത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഇസ്ലാമിലെ ആളുകൾക്കൊന്നും അറിയില്ല. അത് അവർ വിശ്വസിക്കുന്നത് വേറെ എന്തൊക്കെയാണ് ഇത് എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു വല്ലാത്ത സംഭവമുണ്ട്. അപ്പം ഇത്രയാണ് ഞാൻ
ഈ ഖുറാനിക ചരിത്രത്തെ പറ്റി പറയുന്നത് ഇതിൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇത് ചില പണ്ഡിതന്മാർ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ആകത്തുക ഇത് തന്നെയായിരിക്കും, വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അതിലെന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ സംഖ്യകളിൽ ഇപ്പോൾ ഹഫീസുകൾ എത്ര പേരുണ്ടായിരുന്നു, അത് 70 360 എത്ര പേര് കൊല്ലപ്പെട്ടു, മുസലൈമയുടെ കൂടെ എത്ര പേരുണ്ടായിരുന്നു, നബിച്ചിയുടെ കൂടെ എത്ര പേരുണ്ടായിരുന്നു, ഇതിലൊക്കെ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ പൊതുവേ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇത് തന്നെയാണ് കഥ, ഖുറാൻ്റെ കഥ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.